പഴയ കെട്ടിടം ഇടിഞ്ഞു വീണ് 3 പേർ കുടുങ്ങി. ഇന്നലെ പെയ്ത ശക്തമായ മഴയിലാണ് അപകടം സംഭവിച്ചത്. MS ലിഷോയുണ്ട് ഒപ്പം വിവരങ്ങളുമായി. ലിഷോയ്, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അതായത് 3 തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിലാണ്. അവരുടെ പേര് വിവരങ്ങളാണ് രാഹുൽ, അലീം, അതുപോലെ തന്നെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി. അങ്ങനെ 3 പേരാണ് ഈ കെട്ടിടത്തിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നത്. തൊട്ടടുത്ത മതിൽ പൊളിച്ച് ഇപ്പോൾ അകത്തേക്ക് ഈ ചെറിയ ഹിറ്റാച്ചി കടത്തി രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. ഈ മേഖലയിൽ നിരവധി തൊഴിലാളികളാണ് ഈ ഒരു കെട്ടിടത്തിനകത്ത് ഉണ്ടായിരുന്നതെന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ മറ്റുള്ളവരൊക്കെ തന്നെ പുറത്തുണ്ടായിരുന്നു. ബാക്കി അതിലുണ്ടായിരുന്ന 3 പേരാണ് ഇപ്പോൾ നിലവിൽ ഈ കെട്ടിടത്തിനകത്ത് കുടുങ്ങിക്കിടക്കുന്നത്. ഇവരെ ഈ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ, രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഏകദേശം 6 മണിയോടുകൂടിയാണ് ഈ വിവരം അറിയുന്നത്. ഇന്നലെ രാത്രി ഈ മേഖലയിൽ ശക്തമായ മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിക്ക് ഈ കെട്ടിടത്തിനുള്ളിലേക്ക് ഉൾപ്പെടെ അതിൻ്റെ ചുമരുകൾ ഉൾപ്പെടെ കുതിർന്നു പോയതാകാം ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകാനുള്ള ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ ഒരുപാട് ഈ പഴക്കം ചെന്ന കെട്ടിടം കൂടിയാണ് ഇത് എന്നുള്ളതാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്. കൊടകര ജംഗ്ഷനിൽ തന്നെയാണ്, അധികം ദൂരെയല്ല. കൊടകര ഈ മേഖലയിൽ നിരവധി ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഒരിടമാണ്. രാവിലെ അവർ നൽകിയത് ഒരുപാട് വർഷം പഴക്കമുള്ള കെട്ടിടമാണെന്ന് പറയുന്നു. അപ്പോഴും താമസ യോഗ്യമാണ് എന്ന് ഉറപ്പുള്ളത് കൊണ്ട് വാടകയ്ക്ക് നൽകിയതായിരുന്നു. അതായത് ഈ കെട്ടിടം എന്താണ്, എങ്ങനെയാണ്, ആ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം അതിനെക്കുറിച്ചല്ല ആദ്യഘട്ടത്തിൽ നമ്മൾ നോക്കുന്നത്. ഈ രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ആദ്യം എല്ലാവരും നോക്കുന്നത്. ഇതിൻ്റെ അനുമതിയും മറ്റു കാര്യങ്ങളും സംബന്ധിച്ചുള്ള കാര്യങ്ങളുമൊക്കെ പിന്നീടായിരിക്കാം ഒരുപക്ഷെ പരിശോധിക്കുക. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ കെട്ടിടത്തിനകത്ത് കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ആദ്യഘട്ടത്തിൽ ഉള്ള ഒരു ശ്രമം എന്നുള്ളത്. അതാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത്. 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ആംബുലൻസ് സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. അഥവാ പെട്ടെന്ന് തന്നെ ഇവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ, അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ഇവിടെ എന്തായാലും ചെയ്യുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഇവിടെ ഈ കെട്ടിടത്തിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇവിടെ ഇപ്പോൾ പുരോഗമിക്കുന്നത്. നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിൽ സഹകരിക്കുന്നുണ്ടോ? സംവിധാനങ്ങളൊക്കെ തന്നെ തീർച്ചയായും എല്ലാവരും തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഈ ഒരു രക്ഷാപ്രവർത്തനം നടത്താനായി മുന്നിട്ട് ഇറങ്ങിയത്. നാട്ടുകാരുൾപ്പെടെയുള്ളവരാണ് ആദ്യഘട്ടത്തിൽ ഈ രക്ഷാപ്രവർത്തനം നടത്താനായി മുന്നിട്ടിറങ്ങിയത്. ഈ സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കും, വളരെ ഇടുങ്ങിയ ഒരു വഴിയിലൂടെ ഉള്ളിലേക്ക് കടന്നാണ് ഇത്തരത്തിൽ ഈ ഒരു കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ രക്ഷാപ്രവർത്തനം നടക്കുകയാണ്. ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഈ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ആ വലിയ കോൺക്രീറ്റിൻ്റെ അതായത് 1ാം നിലയുടെ മുകളിലുള്ള പാളി അത് അടർന്ന് വീണ്ടിരിക്കുകയാണ്. അതിനകത്താണ് ആളുകൾ ഉണ്ട് എന്ന് കരുതുന്നത്. 6 മണിയായി പിണ്ടായേ, എപ്പോഴുണ്ടായേ? 6 മണി സമയത്ത് അവർ ജോലിക്ക് പോകാൻ പറഞ്ഞ ടൈമിലാണ് ഉണ്ടായേ. 3 ആൾ അതിൻ്റെ ഉള്ളിലുണ്ടെന്നാണ് അവർ പറയുന്നത്. അവർ ഉറപ്പിച്ച് പറയുന്നുണ്ട്. 3 ആളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ അവരെ പേര് നടക്കാൻ അറിയാം. ഉപേഷ് നല്ലോണം പേര് അവരും പറയുന്നുണ്ട്. അവരാ സുഹൃത്തുക്കളാണ് അവർ നിൽക്കണവർ ഇവിടെ നിൽക്കുന്നത്. ഇവൻ്റെ ബ്രദറായിട്ട് വരും. आदमी है, 3 आदमी है, मेरा भाई और मेरा साला और मेरा भतीजा, 3 आदमी है। रूबेल, मेरा छोटा भाई रूबेल और मेरा साला आलिम और मेरा भतीजा राहुल, 3 आदमी इधर है। क्या हुआ उस समय? वो टाइम सुबह 6 बजे के अंदर मैं सोया था। मेरा भाई मेरे को बोला वो बिल्डिंग हिल रहा है भाई, नीचे जाओ। वो बिल्डिंग में 2 सीढ़ी है, हम लोग पीछे सीढ़ी से भाग गया और भाई लोग इधर से सामने। उस समय आप कहाँ था? मैं उस टाइम में पीछे भागा, वो भाई लोग इधर सामने से आगे भागा। कितने आदमी आए? टोटल 12 आदमी था, अभी 3 आदमी इधर है। कितने में रहते थे?
कितने आदमी रहते हैं? 12 आदमी 12 आदमी 12 आदमी। हाँ 12 आदमी से 9 आदमी अभी है और 3 आदमी वो अंदर गया। इसके वो सीढ़ी है ना इस साइड में, वो सीढ़ी से नीचे भाग रहा था, वो गिर गया अंदर। आप लोग नीचे रहते थे? हाँ नहीं नहीं वो ऊपर रहता है। नीचे 2 आदमी, ऊपर 10 आदमी। ഇത് ആരുടെയാണ് ഈ ബിൽഡിംഗ്? ആരുടെയാണ്? വിശംബരേട്ടൻ എന്ന് പറഞ്ഞ ഒരാളുടെ ഇവരൊരു ബാബു എന്ന് പറയുന്ന ആളൊക്കെ ഉറപ്പിലുള്ള പണിക്കാരായിരുന്നു പണി. മോത്തി, നമ്മൾ ഈ കേട്ടത് ഇവരുടെ കൂടെ താമസിച്ചിരുന്ന ആളുകളാണ്. ഇദ്ദേഹത്തിൻ്റെ നമ്മൾ സംസാരിച്ച അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ളവരാണ് ഇവിടെ താമസിച്ചിരുന്നത്. പുലർച്ചെ 6 മണിക്കാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് പറയുന്നത്. 6 മണിക്ക് ആ ഒരു സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികൾ കുറച്ച് പേർ ഉറങ്ങുകയായിരുന്നു. ആ സമയത്താണ് കെട്ടിടം തകർന്നു വീണു എന്നുള്ളൊരു വിവരം അവിടെ ഉണ്ടായിരുന്ന മറ്റു തൊഴിലാളികൾ തന്നെയാണ് ഇവരെ ഈ നമ്മളിപ്പോൾ സംസാരിച്ച വ്യക്തിയോട് പറയുന്നത്. അങ്ങനെയാണ് പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർന്ന സമയത്താണ് ഈ ഒരു സംഭവം മനസ്സിലാകുന്നതെന്നാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ഈ ഒരു വ്യക്തി. അതായത് ഈ കെട്ടിടത്തിൽ തന്നെ താമസിച്ചിരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഉൾപ്പെടെ 3 പേർ ഈ കെട്ടിടത്തിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇത് കുറച്ചധികം ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഒരു ഇടമാണ്. അത് നമുക്ക് ആ ഒരു കെട്ടിടത്തിൻ്റെ ഘടന കണ്ടാൽ തന്നെ മനസ്സിലാകും. അതിനകത്ത് ആ മുറികളൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതിനകത്ത് അവരുടെ ഡ്രസ്സും ബാഗുകളും ഒക്കെ തന്നെ അവിടെ തൂക്കിയിട്ടിട്ടുള്ളതായി നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. അതായത് ബെഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവിടെയുണ്ട്. അതായത് ഇവർ കൃത്യമായി ഇവിടെ ഒരു 3 നില ബിൽഡിംഗ് ആയിരുന്നു. അതിൻ്റെ മുകൾ ഭാഗം ഇടിഞ്ഞു വീണിട്ടുണ്ട്. അതിൻ്റെ താഴ്ഭാഗമാണ് മുൻപിലത്തെ കെട്ടിടത്തിൻ്റെ മുൻഭാഗത്തിൻ്റെ താഴ്ഭാഗം ഉൾപ്പെടെയുള്ളവ 2 ഭാഗങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും അങ്ങനെ ഇടിഞ്ഞു വീണിട്ടുണ്ട്. ഈ കെട്ടിടത്തിൻ്റെ താഴത്തെ നിലയിൽ ഉണ്ടായിരുന്ന 2 പേരും മുകളിലത്തെ നിലയിലുണ്ടായിരുന്ന ഒരാളുമാണ് ഈ അപകടത്തിൽ പെട്ടത് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ഈ തൊഴിലാളികളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ മുകൾ ഭാഗത്തെ ഒരു നില പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയും വലിയ ഒരു ഒന്നാമത്തെ നിലയുടെ മുകളിലുള്ള ആ ഒരു സ്ലാബാണ്.